റോബിൻ എൻ്റെ ക്ലാസ്സിലെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ അവൻ ഏതെങ്കിലും തൊഴിലിലും ഏർപ്പെടുമായിരുന്നു. അത് ചിലപ്പോൾ ഒരു കഫ്റ്റീരിയയിൽ അതായത് ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ഒരു 3 മണിക്കൂർ ജോലി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരല്പം കേറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ജോലികൾക്കൊക്കെ ആകാം. എന്നാലും അവൻ നല്ലൊരു എന്താ പറയുക, നല്ലപോലെ ജീവിക്കാൻ അറിയാവുന്നൊരു പയ്യനായിട്ട് എനിക്ക് തോന്നി. എന്നാൽ പഠന കാര്യത്തിലും മിടുക്കനാണ്. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പം നിൻ്റെ കയ്യിൽ നല്ലപോലെ പണം ഉണ്ടാകുമല്ലോ, ആഴ്ചയിൽ എങ്ങനെയാണെങ്കിലും നീ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം മാസം ഇത്ര രൂപയെങ്കിലും ആയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് നിൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാകുമല്ലോ. എൻ്റെ മിസ്സേ ഒന്നും മിച്ചമില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? മിസ്സേ, എനിക്കൊന്ന് ഉണ്ണണമെങ്കിൽ തന്നെ 400 രൂപ വേണം ഒരു ഊണ് കഴിക്കാൻ. പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡിനൊക്കെ പോയിരുന്ന് ഒരല്പം നല്ല ഭക്ഷണവും ഒക്കെ കൂടി കഴിച്ച് വരുമ്പം കാശ് മുഴുവൻ തീരുകയാണ് മിസ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിൻ്റെ പഠനം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു ജോലിയിലേക്ക് ഭാവിയിൽ പ്രവേശിച്ചാൽ പോരെ? ഈ വൈകുന്നേരങ്ങളിൽ 4-5 മണിക്കൂറുകൾ നീ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയത്തില്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ ചുറ്റുപാടും ഏൺ വൈൽ യു ലേൺ എന്നൊരു സംസ്കാരം വളരുന്നുണ്ട്. പഠനത്തോടൊപ്പം തൊഴിലും. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞിട്ട് യൂറോപ്പ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ USA തുടങ്ങിയ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാം എന്നുള്ളതാണ്. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് പഠനത്തിൻ്റെ ചിലവുകൾ നേരിടാൻ പറ്റും എന്നുള്ളതാണ്. ഒരു നല്ല ചിന്തയാണെങ്കിലും പലപ്പോഴും സംഭവിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തേണ്ട പല കുട്ടികളും ഇങ്ങനെ ചെറിയ ജോലികളിൽ ഏർപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് നിന്നു പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സാമ്പത്തിക ചിന്ത എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ സാമ്പത്തിക ചിന്തകൾ ക്രമപ്പെടുത്തേണ്ടതെന്നാണ്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ധാരാളം പണം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഓപ്പൺ ഹൗസിൽ വന്ന അമ്മയോട് ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പിള്ളേരെ കോളേജിലേക്ക് വിടുന്നത്? പിന്നെ അമ്മ പറഞ്ഞില്ല, ഞങ്ങൾ പൈസയൊന്നും കൊടുക്കാറില്ല, ആകെ 30 രൂപയെ കൊടുക്കാറുള്ളൂ, അത് അവന് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനാണ്, വേറെ അധികമൊന്നും കൊടുക്കാറില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, അവൻ്റെ പേഴ്സിൽ ധാരാളം പണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ടീച്ചർമാർ ഇങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾ അറിഞ്ഞും അറിയാതെ ഒപ്പിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് മനസ്സിലായില്ല. ഉടനെ ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ എന്താ, ചില ദിവസങ്ങളിൽ അവൻ കേറ്ററിംഗ് ജോലിക്ക് പോകും. കേറ്ററിംഗ് ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് മുതൽ ഡെസേർട്ട് വരെ അവൻ്റെ ഭാഷയാണ്. അതായത് മുഴുവൻ വിഭവങ്ങളും ചേർത്തിട്ടുള്ള നല്ല ഊണും കിട്ടും, അവസാനം വൈകുന്നേരം ആകുമ്പോൾ 500 രൂപയും കിട്ടും. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം പോകും. ആ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്യും. കാരണം 11 മണിക്ക് യൂണിഫോം ഇട്ട് റെഡിയായി നിൽക്കണം. ഏത് കേറ്ററിങ്ങിൻ്റെ യൂണിഫോം ഇട്ട് റെഡിയായി നിൽക്കണം. ഒരു 3 മണിയോടുകൂടി തീരും. അത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് പണം വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ഇപ്പോൾ നീ ജോലിക്ക് പോയി ഇങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യകത നിൻ്റെ വീട്ടിലുണ്ടോ? ഇല്ല, ഇത് വീട്ടിൽ കൊടുക്കാനൊന്നുമല്ല, എനിക്ക് അടിച്ചു പൊളിക്കാനാണ്. ആധുനിക ലോകം, പ്രത്യേകിച്ച് യുവതലമുറ ഉപയോഗിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. കത്തി, വധം, അടിച്ചുപൊള്ളി തുടങ്ങിയ വാക്കുകൾ, ഇത് തന്നെ നമ്മളോട് പറയുന്നൊരു സംസ്കാരമുണ്ട്. ഈ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ന് അടിച്ചു പൊളിക്കുക, നാളെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മളിതിൻ്റെ ഒരു ബാലൻസിങ് പഠിപ്പിക്കുന്നത്. അതായത് നാളെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ച് ആദ്യ പിടിച്ച് ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചതിന് ശേഷം നാളത്തെ ജീവിതം അന്ധകാരത്തിലാകുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാതെ ഉഴലുന്ന സീനിയർ സിറ്റിസൺസിനെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു നല്ല മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നല്ലൊരു സാമ്പത്തിക മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ്. അതായത് ഇന്ന് ഒരുവിധം മാന്യമായി ജീവിക്കാൻ തക്കവിധത്തിലുള്ള പണം ഉണ്ടാക്കുക, ഭാവിയിലേക്ക് കുറച്ച് കരുതി വയ്ക്കുക. ഇതിനെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ എമർജൻസി ഫണ്ടെന്ന് പറയും. പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു. അവിടെയാണ് സ്വർണത്തിൻ്റെയൊക്കെ മൂല്യമുള്ളത് കേട്ടോ. സ്വർണം എന്നതൊരു പ്രദർശന വസ്തു എന്നതിനേക്കാളേറെ, ഒരു ആഭരണം എന്നതിനേക്കാളേറെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കണം. ഗോൾഡിനെ ലിക്വിഡ് അസറ്റ്. ദാറ്റ് മീൻസ് അതിനൊരു ലിക്വിഡ് ഫോമുണ്ട്. അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ട് ആസ് ഇറ്റ് ഈസ് ഫ്ലോയിങ്. അതാണ് ലിക്വിഡ് എന്ന് പറയാൻ കാരണം. അത് ചലിക്കുന്നതാണ്, ദ്രാവക സ്വഭാവമുണ്ട്.
അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് കാശാക്കി മാറ്റാൻ ഒന്നുകിൽ പണയം വയ്ക്കാം അല്ലെങ്കിൽ വിൽക്കാം. അങ്ങനെയുള്ള ദ്രവരൂപത്തിലുള്ള സ്രോതസ്സായിട്ടാണ് സ്വർണ്ണത്തെ കാണുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഏത് രീതിയിലൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കണം, അത് സ്വർണ്ണത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വയ്ക്കണം, മറ്റേതെങ്കിലും ഡെപ്പോസിറ്റായിട്ട് ഉണ്ടാക്കി വയ്ക്കണമോ എന്നുള്ളതിനേക്കാളേറെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാകണമെന്നുള്ളത്. പക്ഷേ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പണമെല്ലാം ഈ രീതിയിൽ ഇങ്ങനെ ചെലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? പലരുടെയും വിദ്യാഭ്യാസം, അതായത് കുന്നോളം എത്തേണ്ടവർ കുന്നിക്കുരു പെറുക്കരുതെന്ന് നമ്മൾ പറയല്ലേ. അതായത് വലിയ ഉയരങ്ങളിൽ എത്തേണ്ടവർ ഇപ്പോൾ കിട്ടുന്ന ചെറുകിട താല്പര്യങ്ങളുടെ പിന്നാലെ പോയി അവരുടെ വലിയ ലക്ഷ്യങ്ങളോ വലിയ മാറ്റങ്ങളോ എത്തിപ്പെടാൻ പറ്റാതെ അവരെത്തിച്ചേർന്നു. അതുകൊണ്ട് ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ മാതാപിതാക്കളും മക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പഠനം തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം തിരഞ്ഞെടുക്കുമ്പോൾ ഫോളോ ദ പാഷൻ. അഭിരുചികൾ നോക്കുക. ദൈവത്തിന് ലോകത്തിൽ എല്ലാത്തരം ആൾക്കാരെ ആവശ്യമുള്ളത് കൊണ്ട് ഡോക്ടർമാർ, എൻജിനീയർമാർ, ടെക്നീഷ്യൻസ്, കാർപ്പൻറ്റേഴ്സ്, ഫിനാൻസേഴ്സ്, കൾച്ചർ, സംസ്കാര കലാകാരന്മാർ, രാഷ്ട്രതന്ത്രജ്ഞന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാവരെയും ആവശ്യമുണ്ട്. എല്ലാവരുടെയും കൂടെ ഉള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഏകീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സമന്വയിക്കപ്പെട്ട ഒരു രീതിയാണല്ലോ ലോകമെന്ന് പറയുന്നത്. എല്ലാത്തരം ആൾക്കാരെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ വിദ്യാർത്ഥിയും ഒരു 8ാം ക്ലാസ്സെങ്കിലും ആകുമ്പോൾ, അതിന് മുമ്പേ ആയാലും നല്ലത്, 8ആകുമ്പോൾ തന്നെ ചില പാഷനുകൾ കണ്ടെത്തുക. എനിക്ക് ഏത് വിഷയമാണ് ഇഷ്ടം? ചിലർക്ക് ഫിസിക്സ് ഇഷ്ടം, ചിലർക്ക് ബയോളജി ഇഷ്ടം, ചിലർക്ക് കണക്കിഷ്ടം, ചിലർക്ക് എക്കണോമിക്സ് ഇഷ്ടം, ചിലർക്ക് ഹിസ്റ്ററി ഇഷ്ടം, ചിലർക്ക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടം നോക്കുക. ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയതിന് ശേഷം അതനുസരിച്ച് ആ മേഖലയിലൊന്ന് അറിവ് നേടാൻ നോക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതി വെച്ച് നോക്കുമ്പോൾ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും പഠിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിനുശേഷം +1 +2ലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഐച്ഛിക വിഷയങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. പ്രധാനമായിട്ടും അപ്പോഴും 3-4 വിഷയങ്ങൾ ഭാഷ കൂടാതെ, അതായത് ഇംഗ്ലീഷോ മലയാളമോ ഭാഷകൾ പഠിക്കണം, അല്ലെങ്കിൽ സംസ്കൃതമോ ഫ്രഞ്ചോ ഭാഷകൾ പഠിക്കണം. ഇത് കൂടാതെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുക്കാം. ഫോളോ ദ പാഷൻ എന്ന് നമ്മൾ പറയും. പക്ഷേ +2 പഠനത്തിന് ശേഷം വീണ്ടും 1-2 മാക്സിമം 3 വിഷയങ്ങളിലോട്ടൊക്കെ നമുക്ക് ഒരുപക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്ന ചില ഇൻട്രസ്റ്റുള്ള വിഷയങ്ങളെ കൂട്ടിച്ചേർത്ത് പഠിക്കാവുന്ന ഡിഗ്രി പഠനവും ഇൻ്റഗ്രേറ്റഡ് PG പഠനങ്ങളും റിസർച്ച് ഓറിയൻറ്റഡ് പഠനങ്ങളും ഒക്കെയുണ്ട്. ദ പോയിൻ്റ് ഈസ് ദിസ്: വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ചെറിയ ജോലികൾക്കൊക്കെ പോയിട്ട് നന്നായിട്ട് ഉയരേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഇനി നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. നമ്മളൊരു സാമ്പത്തിക സഹായം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. വയസ്സ് 16-17 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 19-20 ആയിട്ടുള്ളൂ. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെ സഹായിക്കേണ്ട ഒരവസ്ഥയാണ് എൻ്റെ കുടുംബത്തിലെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ഏൺ വൈൽ യു ലേൺ പ്രോജക്റ്റിലേക്ക് പോകുന്നത് നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾ പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊടുക്കുന്നത്. എനിക്കറിയാം, പെയിൻറ്റിങ് പണിക്ക് പോകുന്നവർ, രാവിലെ പത്രം ഇടാൻ പോകുന്നവർ, ഇൻ്റർനെറ്റ് കഫേയിൽ പോയി വർക്ക് ചെയ്യുന്നവർ, ചില വെബ്സൈറ്റുകളിൽ ചില ഡെവലപ്പേഴ്സ്, ചില വെബ് ഡിസൈനിങ് ചെയ്തു കൊടുക്കുന്നവർ, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചില കണ്ടൻറ് റൈറ്റിംഗ് ചെയ്യുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇച്ചിരി പണം ഉണ്ടാക്കാം, വീട്ടുകാരെ സഹായിക്കാം. വീട്ടുകാർക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഒരിക്കലും നമ്മളതിൻ്റെ പിന്നാലെ പോകരുത്. കാരണം അത് നമ്മുടെ പഠനത്തെയും കരിയർ ഗ്രോത്തിനെയും ഭാവിയിലേക്കുള്ള വളർച്ചയും ഒക്കെ സഹായിക്കുന്നത് കൊണ്ടാണ്. നമുക്കങ്ങനെ ഒരു പാഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്ലാൻ അക്കോർഡിംഗ്ലി എന്ന് പറയും. അതായത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എങ്ങോട്ട് പോകണം, ഏത് യൂണിവേഴ്സിറ്റി ചേരണം, അത് ടെക്നിക്കലായിട്ട് പഠിക്കണോ തിയറിറ്റിക്കലായിട്ട് പഠിക്കണം, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഫുഡ് സയൻസുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ കോഴ്സുകൾ എവിടെയൊക്കെ തന്നെ. ഫാഷൻ ടെക്നോളജിയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിൻ്റെ ഡിപ്ലോമ എന്താണ്, അതിൻ്റെ ഡിഗ്രി എന്താണ്,
അതിൽ കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്. മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിൽ നമുക്കറിയാം, എഞ്ചിനീയറിങ്ങിന് തന്നെ ഇന്ന് എന്തോരം ബ്രാഞ്ചസാണ് ഉള്ളത്. എക്കണോമെട്രിക്സിലൊക്കെ നമ്മൾ എക്കണോമിക്സിലൊക്കെ പറയും, എക്കണോമിക്സിന് തന്നെ പല പല ബ്രാഞ്ചുകൾ, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ഉണ്ട് പല രീതിയിൽ. അപ്പം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ചലിപ്പിക്കുന്ന ആൾക്കാരാണ് എക്കണോമിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിവിൽ സർവീസിലേക്ക് കടക്കാനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. മറ്റ് വിഷയങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഹ്യൂമാനിറ്റീസ്, അതായത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൽ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അതായത് ഹ്യൂമൻ ബീങ്സ്, അവരുടെ ടെൻഡൻസീസ്, അവരുടെ ട്രെൻഡ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്, ഇതേക്കുറിച്ച് പഠിക്കുക. ഏത് വിഷയം പഠിക്കണം, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം തുടങ്ങിയവയെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഷൻ കണ്ടു, അതനുസരിച്ച് പ്ലാനിങ് ചെയ്തു, വി സറണ്ടർ ടു ദ ലോഡ്, ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കണം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ. കാരണം ഗോഡ് ഹാസ് ലോങ് ടേം പ്ലാൻ, നമുക്ക് ഷോർട്ട് ടേം പ്ലാൻസ് ആണ്. ഞാൻ തമാശയ്ക്ക് പറയും, ഗോഡ് ഹാസ് ലോങ് സൈറ്റ് ആൻഡ് വി ഹാവ് ഷോർട്ട് സൈറ്റ് എന്ന്. അതായത് നമ്മൾ പെട്ടെന്നുള്ള കാര്യം ചിന്തിക്കണം, അടുത്ത 2 വർഷത്തിനുള്ളിൽ, അടുത്ത 3 വർഷത്തിനുള്ളിൽ എനിക്കിത് നേടണം, അവിടെ എത്തണം, ഇങ്ങനെയൊക്കെ. പക്ഷേ ദൈവത്തിന് നമുക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ലൈഫിനെക്കുറിച്ചുള്ള ഒരു നിത്യജീവൻ വരെ എത്തിക്കുന്ന തരത്തിലുള്ള ലക്ഷ്യം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് പ്ലാനുകളെല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണ്, സറണ്ടർ ചെയ്യുക. കാരണം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലും ചിലപ്പോൾ നടക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയണം, ഗോഡ് ആൻസേർഡ് മൈ പ്രയർ ആൻഡ് സെഡ് നോ ഈസ് ദ ആൻസർ. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നിട്ട് നോ ഉത്തരം പറഞ്ഞു. അത് കേട്ടു, നോ പ്രെയർ ഈസ് ഗെറ്റിംഗ് അൺആൻസേർഡ് എന്ന് പറഞ്ഞു. ഒരു പ്രാർത്ഥനയും കേൾക്കാതെ പോകുന്നില്ല, ഉത്തരം തന്നു, ഉത്തരം നോയാണ്. ചിലപ്പോൾ ചില വാതിലുകൾ കർത്താവ് അടയ്ക്കും, പക്ഷേ വേറെ ചില വാതിലുകൾ കർത്താവ് നമുക്ക് തുറന്നു തരും. ഒരിക്കൽ ഞാനിതൊരു കോളേജ് ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഒരു കൊച്ചെഴുന്നേറ്റ് എന്ന് വെച്ചും പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, വെൻ ഗോഡ് ക്ലോസസ് വൺ ഡോർ ഹി ഓപ്പൺസ് അനദർ വൺ എന്ന് പറയും. ഉടനെ ഒരു പെങ്കൊച്ചു പറയും, ഹി ഓപ്പൺസ് ദ ബാക്ക് ഡോർ മിസ്, ദാറ്റ്സ് എ പ്രോബ്ലം. അതായത് അവൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡോറുകൾ തുറന്നില്ല എന്നുള്ളത്. ചില കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല, എന്തുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിന് മാർക്ക് കുറഞ്ഞു. നമ്മൾ പഠിക്കാതിരുന്നിട്ട് പ്രാർത്ഥിക്കാതിരുന്നിട്ട് മാർക്ക് കുറഞ്ഞത് നമ്മുടെ കുഴപ്പമാണ് കേട്ടോ. നമ്മൾ പഠിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് മാർക്ക് കുറയുമ്പോൾ ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ ഫോർ യു. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ തന്നെ വിചാരിച്ച പേപ്പറിന് മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ചാകാൻ പോകണം, ഇങ്ങനെയുള്ള അബദ്ധ ചിന്തകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സറണ്ടർ യുവർ പ്ലാൻസ് ടു ദ ലോർഡ്. സങ്കീർത്തകൻ പറയുന്ന പോലെ, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ഹീ വിൽ ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. സങ്കീർത്തനം 37:5. അതായത് കർത്താവിൽ ആനന്ദിക്കുക, കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. അപ്പോൾ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഓർക്കണം: ഫോളോ ദ പാഷൻ, പ്ലാൻ അക്കോർഡിംഗ്ലി, സറണ്ടർ ടു ദ ലോർഡ്. നമ്മുടെ അഭിരുചികളെ, താല്പര്യങ്ങളെ അന്വേഷിക്കുക, അതനുസരിച്ച് പ്ലാൻ ചെയ്ത് സ്ഥാപനങ്ങൾ കണ്ടെത്തുക, കോഴ്സ് കണ്ടെത്തുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠനമായിരിക്കണം ലക്ഷ്യം, സാമ്പത്തിക ചിന്തകളായിരിക്കത്തില്ല. ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടി പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടി, പുസ്തകം മേടിക്കാനും പൈസയില്ല, സ്കോളർഷിപ്പും ഒന്നും കിട്ടുന്നില്ല, ഫീസ് കൺസെഷനും കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന ചില കുട്ടികൾ വലിയ ഉന്നതിയിലേക്ക് എത്തിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്, അവരുടെ കഠിനാധ്വാനം കൊണ്ട്. നേരെ മറിച്ച് വല്ലാതെ പണത്തിൻ്റെ കൊഴുപ്പിൽ വന്ന് പഠിച്ച കുട്ടികൾ ഒന്നുമില്ലാതെ വീട്ടിലെ സാമ്പത്തികവും പിന്നെ താഴോട്ട് പോയി വീട്ടുകാർക്കും ഒന്നും നൽകാനാവാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കെപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏൺ വൈല്യൂ ലേൺ എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതെനിക്കിപ്പോൾ ആവശ്യമാണോ, എനിക്കിപ്പോൾ അത്യാവശ്യമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മാത്രവുമല്ല, അങ്ങനെ വീട്ടിൽ ആവശ്യമില്ലാതെ നമ്മുടെ പക്കൽ എത്തിച്ചേരുന്ന ചെലവഴിക്കുന്ന രീതികളും ഇടപെടുന്ന സുഹൃത്തുക്കളും ചെലവഴിക്കുന്ന സ്ഥലങ്ങളും ചിലപ്പോൾ മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോകുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാമോ? നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ദോഷം വരികയും നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് തന്നെ കോട്ടം വരികയും നമ്മൾ മറ്റെന്തൊക്കെയോ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്ന ഒരുപക്ഷെ ഡ്രഗ്സിനും മറ്റ് പല നെഗറ്റീവ് നിഷേധാത്മകമായ കാര്യങ്ങൾക്ക് വശംവദരായി പോയ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെയൊക്കെ നമ്മുടെ മുന്നിലുണ്ട് സാക്ഷികളായിട്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബാലൻസ്ഡായിട്ട്, വിവേകത്തോടെ, പ്രൂഡൻസ് ചിന്തിച്ച്
തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് വിദ്യാർത്ഥി കാലഘട്ടം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാം, സമ്പാദിക്കേണ്ട സമയത്ത് സമ്പാദിക്കാം. മുൻ തലമുറയുടെ വിദ്യാഭ്യാസ പ്രായത്തിലുണ്ടായ ലക്ഷ്യങ്ങളും ഇപ്പോഴത്തെ തലമുറയുടെ വിദ്യാഭ്യാസ കാലത്തിലുള്ള ലക്ഷ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുൻ തലമുറയുടെ കാലഘട്ടത്തിൽ അവരുടെ വിദ്യാഭ്യാസ സമയത്ത് എങ്ങനെയെങ്കിലും പഠിക്കണം, ഒരു ജോലി നേടണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, വീട് പണിയണം, പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം, ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് മക്കളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടും സാമ്പത്തിക സ്ഥിതിയുടെ വ്യത്യാസം കൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കളെ സംരക്ഷിക്കണം. പലപ്പോഴും ഞാൻ ഈ 12ാം ക്ലാസ് കഴിഞ്ഞൊക്കെ ഈ വിദേശത്തേക്ക് പോകാനൊക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ വരാറുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവർക്ക് നല്ല ജോലി കിട്ടണം, നല്ല സംവിധാനങ്ങൾ കിട്ടണം, അവരാരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ അരക്ഷിതരായി പോകുന്ന, നമ്മുടെ സാന്നിധ്യമില്ലാതെ പോകുന്ന അച്ഛനെയോ അമ്മയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. അതവരുടെ ചിന്താമണ്ഡലത്തിലേ ഇല്ല. ബന്ധങ്ങളുടെ ഒരു ശൂന്യതയും നമ്മൾ ഈ ഒഴുക്കിൻ്റെ പിന്നിൽ കാണുന്നുണ്ട്. അത് സാമ്പത്തികം മാത്രവുമല്ല കേട്ടോ, ചില ബന്ധങ്ങൾ. പലപ്പോഴും വിദേശത്തേക്ക് ധാരാളമായി കുടിയേറുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് പോകുന്നത്? ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കാരണം ഇവിടെ കൂച്ചുവിലങ്ങാണ്. ഞാൻ എപ്പോൾ വരണം, ഞാൻ എപ്പോൾ പോകണം, ഞാൻ എപ്പോൾ ഉറങ്ങണം, ഇതെല്ലാം മാതാപിതാക്കൾ തീരുമാനിക്കുന്നത്. അവിടെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാണ്ട് പഠിക്കണം എന്നതിനേക്കാൾ അപ്പുറം സ്വാതന്ത്ര്യം. അതിനേക്കാളേറെ ഞാൻ അതിനെ വായിച്ചെടുക്കുന്നത് ബന്ധങ്ങളുടെ ഊഷ്മളത അവർക്കില്ലാത്തത് കൊണ്ട്. ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട്, ഞാനങ്ങ് പോകുന്നില്ല, പിന്നെ അച്ഛനും അമ്മയോട് ഒറ്റപ്പെട്ടു പോകത്തില്ലേ, കുറേ കാലം കഴിയുമ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവിടെയും വലിയ തൃപ്തിയൊന്നും ഉണ്ടാത്തേക്കാൻ. അവർ ജനിച്ചു വളർന്നത് ഇവിടെയാണല്ലോ. നമ്മളെ ഇത്രയും നാൾ അവർ വളർത്തിയതിന് ശേഷം നമ്മൾ അവരിങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിനകത്ത് എന്ത് നേട്ടമാണുള്ളത്? എൻ്റെ കരിയർ, എൻ്റെ ജീവിതം, എൻ്റെ സാമ്പത്തികം, എൻ്റെ ഇങ്ങനെ ചിന്തിച്ചു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ചേർത്ത് പിടിച്ച് ചിന്തിക്കുന്നവർക്ക് പലർക്കും ഇത് ബുദ്ധിമുട്ടായിട്ട് കേരളം, ഇന്ത്യ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മൾ പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതം മാത്രമാണോ, അത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനേകരുടെ ജീവിതവും കൂടിയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന് നമ്മളെക്കുറിച്ച് സ്വപ്നമുണ്ട്, അതിലുപരിയായി ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഇതെല്ലാം അന്വേഷിച്ചറിയുക, നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ, ദൈവത്തോടുകൂടി കൂടി ആലോചിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, എൻ്റെ രാഷ്ട്രത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്കത് തിരിച്ചു നൽകാൻ പറ്റും, എൻ്റെ രാഷ്ട്രത്തിന് എന്ത് കൊടുക്കാൻ പറ്റും, ദൈവത്തിന് എൻ്റെ ജീവിതത്തെ എങ്ങനെ നല്ല സമ്മാനമായി നൽകാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുവത്വമാണ് ഇവിടെ വളർന്നു വരേണ്ടത്. നമുക്കറിയാം, ലോക സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ യുവജനങ്ങളുടെ 57% ഏഷ്യയിലാണ്. ദാറ്റ് മീൻസ് നല്ല യുവജന സമ്പത്തുള്ള രാഷ്ട്രമാണ്, ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ. അതിൽ തന്നെ ഭാരതത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ നമ്മൾ കുറേ പേര് പുറത്തോട്ട് പോയതോട് സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം ഇവിടെ കൂടുകയാണ് എന്ന ഒരു ആദ്യം ഉണ്ടായി വരുന്ന കാലഘട്ടത്തിലാണ്. യുവജനങ്ങളെ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കാനും പഠിക്കാനും സ്നേഹിക്കാനും നൽകാൻ തക്ക വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഉടലെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയും കൂടിയാണ്. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടാകണം. ഇവിടെ പഠിച്ചിറങ്ങിയാൽ ഇവിടെ ജോലി കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകണം. ജോലി കിട്ടിയാൽ മാത്രമല്ല, നല്ല വർക്ക് കൾച്ചർ, നല്ല ഒരു വർക്കിൻ്റെ ഒരു മേഖല നമുക്കുണ്ടായിരിക്കണം. ഒരു നല്ലൊരു സംസ്കാരം, ഒരു വർക്ക് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് എന്നൊക്കെ പറയും. നമ്മുടെ കരിയറിന് വളരാൻ പറ്റിയൊരു സംവിധാനം. ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടും കൂടിയാണ് പലായനങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഈ പലായനങ്ങളുടെ പിന്നിൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഓർക്കണം, രാഷ്ട്രം എനിക്ക് വേണ്ടി ഒത്തിരി ചിലവഴിക്കുന്നുണ്ട്. ഒരാൾ ഡോക്ടറാകുമ്പോൾ, ഒരാൾ എഞ്ചിനീയർ ആകുമ്പോൾ ഈ രാജ്യം ഒത്തിരി രൂപ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ച് രാജ്യത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു പൗരബോധം ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് 400 രൂപയുടെ ഊണിൻ്റെ കഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇത്രയും ജോലി ചെയ്തിട്ടും ഒന്നും മിച്ചമില്ലാത്ത വിധത്തിൽ കത്തി, ചെത്ത്, വാദം, അടിപൊളി തുടങ്ങിയ പദങ്ങളുടെ പിന്നാലെ പോയിട്ട് ആ ഒരു സംസ്കാരം തന്നെ ആ രീതിയിലാകുമ്പോൾ എവിടെയൊക്കെയോ ശൂന്യതയുണ്ട്, എവിടെയൊക്കെയോ ഫില്ല് ചെയ്യേണ്ട മേഖലകളുണ്ട്. അതിനെ സൃഷ്ടവസ്തുക്കൾ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അത് നിറയ്ക്കാൻ നന്മയ്ക്കും ആത്മീയതയ്ക്കും ദൈവിക സാമീപ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു വിചാരത്തോടുകൂടി
എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ ഓർമ്മശക്തിയും ദൈവദാനമാണെന്നും ഈ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉപയോഗിച്ചാണ് ഞാൻ പഠിക്കുന്നതെന്നും ഒക്കെയുള്ളൊരു വിചാരത്തിൽ നമ്മുടെ പഠനത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.